Good morning, students. Welcome to today's class. Today we are discussing about parallel form structure. This is another area filtered realization technique. Okay, parallel form structure. Now, a parallel form realization of IIR system can be obtained by performing a partial expansion. ഈ ഒരു ഫോമിലാണ് നമ്മൾ പാരലൽ ഫോം എക്സ്പാൻഷനെ പാർഷ്യൽ എക്സ്പാൻഷൻ ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഏതൊരു എച്ച് ഓഫ് സെഡ് തന്നാലും ഈ ഒരു ഫോമാറ്റിലോട്ട് ചേഞ്ച് ചെയ്യണം. ദാറ്റ് ഈസ് സി പ്ലസ് സി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ സി പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 to n സി കെ 1 മൈനസ് പി കെ സെഡ് ഇൻവേഴ്സ്. സോ സി കെ എന്ന് പറഞ്ഞാൽ ഒരു കോഎഫിഷ്യന്റ് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണ്. ആൻഡ് ഓൾസോ പി കെ എന്ന് പറഞ്ഞാൽ പോൾസ് ആണ്. ഓക്കെ, സോ ഈ ഒരു സിഗ്മ കെ ഈക്വൽ ടു 1 to n നിലയിൽ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. നൗ വി ഗെറ്റ് എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സി ദറ്റ് ഇസ് എ കോൺസ്റ്റന്റ് പ്ലസ് ഈ ഒരു ഫോമാറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പാരലൽ ഫോം റിയലൈസേഷനിൽ ഈ ഒരു ഫോമാറ്റിൽ തന്നെ ചേഞ്ച് ആക്കണം നമുക്ക് തന്ന എച്ച് ഓഫ് സെഡിനെ. ആൻഡ് പ്ലസ് then when k equal to 1 ck 1 minus p1 z inverse, when k equal to 2 plus we get c2 1 minus p2 z inverse plus etc. plus when k equal to n we have cn 1 minus pn z inverse, right? So h of z is equal to c plus plus in this form. So then expand ചെയ്തു. Now ഈ ഒരു ഫോം എന്ന് പറയുമ്പോൾ c1 1 minus p z inverse എന്ന് പറയുമ്പോൾ h1 of z ആണ്, റൈറ്റ്? സോ ഈ ഒരു ഫോമില് ആക്കി മാറ്റണം. സോ ദിസ് ഇസ് x1 of z, h1 of z, this is h2 of z and this is hn of z. സോ നമുക്ക് തന്നെ h of z-നെ ഈ ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആൻഡ് ഓൾസോ there will be a constant. Okay, there should be a constant. Then h of z is equal to y of z by x of z, that is output by input, which is equal to c plus, okay, this partial fraction term will be h of z plus h2 of z plus etc. hn of z. So cascaded formula നമ്മൾ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേം ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് h1 of z into h2 of z. ആ ഒരു ഫോം, ഈ ഒരു ഫോം പറയുമ്പോൾ സി പ്ലസ് പിന്നെ h1 of z h2 of z അങ്ങനെ പ്ലസ് ആണ് ചെയ്യുന്നത് എല്ലാ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെയും. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻ പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിലാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് c1 by 1 minus p1 z inverse എന്നുള്ള ഫോമാറ്റിലോട്ടാക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫ്രം ഹിയർ നമുക്ക് y ഓഫ് സെഡിനെ പുറത്തെടുക്കാം, y ഓഫ് സെഡിന്റെ ഇക്വേഷൻ എടുക്കാം. ആൻഡ് എക്സ് ഓഫ് സെഡ് എല്ലാത്തിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് എക്സ് ഓഫ് സെഡ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് മൂവ് ചെയ്യും. സോ വി ഗെറ്റ് y ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ് ഓഫ് സെഡ് പ്ലസ് x1 ഓഫ് സെഡ് ഇൻറ്റു എക്സ് ഓഫ് സെഡ് പ്ലസ് x2 ഓഫ് സെഡ് ഇൻറ്റു എക്സ് ഓഫ് സെഡ് പ്ലസ് എക്സെട്ര പ്ലസ് x1 ഓഫ് സെഡ് ഇൻറ്റു എക്സ് ഓഫ് സെഡ്, റൈറ്റ്? അപ്പോൾ ഇനി ഈ ഒരു ഫോമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൊണ്ട് നമുക്ക് മറ്റേ ഇതിനെ ഡിഫറൻസ് ഇക്വേഷനിലോട്ട് മാറ്റാം. ദാറ്റ് ഈസ് y ഓഫ് n ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ് ഓഫ് n പ്ലസ് h1 of z into x of n plus h2 of z into x of n plus etc. plus hn of z into x of n, right? So x of z മുഴുവൻ x of n ആയിട്ട് കൺവേർട്ട് ആവും. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ പാരലൽ ഫോം സ്ട്രക്ചറിന്റെ ഫിഗർ. ഓക്കെ, സോ ഈ ഒരു ഫോമിൽ തന്നെയാണ് വരിക. ഫസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. സോ എക്സ് ഓഫ് എന്നിനെ ഈ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. രണ്ടാമത്തെ ടേമിൽ ഈ എക്സ് ഓഫ് എൻ കണ്ടോ, എക്സ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ വീണ്ടും എടുക്കും. ആൻഡ് ഓൾസോ x1 ഓഫ് സെഡ് നമുക്ക് എന്താണോ റിയലൈസ് ചെയ്ത് x1 ഓഫ് സെഡ് x2 ഓഫ് സെഡ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി റിയലൈസ് ചെയ്യുക. ആ ഒരു ബ്രാഞ്ച് ഈ ഒരു ഭാഗത്തോട്ട് കൊടുക്കുക. ദാറ്റ് ഇസ് x1 ഓഫ് സെഡ് പ്ലസ് ദെൻ നെക്സ്റ്റ് x2 ഓഫ് സെഡ് പ്ലസ് എക്സെട്ര പ്ലസ് xn ഓഫ് സെഡ് പ്ലസ് ഇതെല്ലാം പ്ലസ് ചെയ്തിട്ട് ഇങ്ങനെ താഴെ നിന്ന് ഔട്ട്പുട്ട് y എടുക്കും, റൈറ്റ്? ഇതെല്ലാം ആഡ് ചെയ്തിട്ട് y ഔട്ട്പുട്ട്. ദിസ് ഇസ് ദ പാരലൽ ഫോം റിയലൈസേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ പ്രോബ്ലം ചെയ്ത് നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, റിയലൈസ് ദ സിസ്റ്റം ഗിവൺ ബൈ ഡിഫറൻസ് ഇക്വേഷൻ y of n is equal to minus 0.1 yn minus 1 plus 0.72 y of n minus 2 plus 0.7 x of n minus 0.252 x of n minus 2 in parallel form. So direct form, in direct ഫോം 1 ഇത് സിമ്പിൾ ആണ് അല്ലേ? എക്സ് ഓഫ് എൻ ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ഒന്നും ഡയറക്റ്റ് ചെയ്യാം. ആൻഡ് ഡയറക്റ്റ് ഫോം 2 എങ്ങനെ ആയിരിക്കും? y ഓഫ് എന്നെയും എക്സ് ഓഫ് എന്നെയും നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ഓഫ് സെഡ് y ഓഫ് സെഡിലോട്ടാക്കി മാറ്റി എച്ച് ഓഫ് സെഡ് ഇസ് y ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ് ആക്കി. ഓക്കെ, അതിനെ w ഓഫ് സെഡ് ഇട്ട് കൺവേർട്ട് സെഡ് ഇൻവേഴ്സ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഫോം 2 കിട്ടും. ദെൻ ഫോം മൂന്നാമത്തെ ആയിരുന്നു കാസ്കേഡ് ഫോം. കാസ്കേഡ് ഫോം പറയുമ്പോൾ ഇതിനെ എച്ച് ഓഫ് സെഡിലോട്ട് മാറ്റി അതിന് മൾട്ടിപ്ലിക്കേഷൻ ടേം ആക്കുക. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് പാരലൽ ഫോം ആണ്. സോ നമുക്കിത് എങ്ങനെ കാണാൻ നോക്കാം. ഓക്കെ, സോ
മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ, നമുക്ക് എന്ത് ചെയ്യണം? പാരലൽ ഫോമിനെ എച്ച് ഓഫ് സെഡ് എന്നുള്ള ഫോമാറ്റിലോട്ട് ആക്കണം ആദ്യം. സോ വൈ എഫ് എൻ ആണ് തന്നിട്ടുള്ളത്, ഞാൻ വൈ എഫ് എൻ എടുത്ത് എഴുതി. ഈ വൈ എഫ് എൻ ഞാൻ വൈ എഫ് സെഡ് കാണാണ്, കാരണം നമുക്ക് എച്ച് ഓഫ് സെഡ് ഫോമാറ്റ് വേണം. സോ സെഡ് ട്രാൻസ്ഫോം കാണുമ്പോൾ വി ഹാവ് വൈ എഫ് സെഡ് ഇസ് ഈക്വൽ ടു -0.1 വൈ എഫ് സെഡ് സെഡ് ഇൻവേഴ്സ് പ്ലസ് 0.72 വൈ എഫ് സെഡ് സെഡ് -2 പ്ലസ് 0.7 വൈ എഫ് this is x of n. So 0.7 x of z minus 0.252 x of z z minus 2. Right? ഇങ്ങനെ കിട്ടി. ഇനി ഈ ഒരു ടേമിൽ നിന്ന് ഞാൻ വൈ ഓഫ് സെഡിന്റെ ടേം ഒക്കെ ഈ ലെഫ്റ്റ് സൈഡിലും എക്സ് ഓഫ് സെഡിന്റെ ടേം ഈ റൈറ്റ് സൈഡിലും അങ്ങനെ വെച്ചു. ഓക്കെ, സോ വൈ ഓഫ് സെഡ് ദിസ് ടേം വിൽ come to this side. So we get y of z plus 0.1 y of z z inverse. This plus sign will become negative minus 0.72 y of 2 z inverse. ഈ എക്സിന്റെ ടേം അവിടെ തന്നെ വെച്ചു. സോ 0.7 x of z minus 0.252 x of z z minus 2. ഈ ഒരു ടേം ഞാൻ y of z പുറത്തെടുത്തു. ആൻഡ് ഓൾസോ ഫ്രം ഹിയർ I take x of z outside. എന്നിട്ട് h of z is equal to y of z by x of z എന്നുള്ള ടേമിൽ ഞാൻ എഴുതി. സോ h of z is equal to ഇവിടുന്ന് y of z by x of z. So we get this one divided by ഇത് ഇങ്ങോട്ട് പോകും അല്ലെ, y of z ന്ന് ഈ x of z ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള സംഭവം താഴോട്ട് പോകും. സോ the numerator will be 0.7 minus 0.252 z minus 2 and the denominator will be 1 plus 0.1 z inverse minus 0.72 z minus 2. Okay, so this term. So x of z നമുക്ക് h of z ഈ ഒരു ടേമിൽ കിട്ടി. ഇനി നമുക്ക് h of z ന്റെ ടേം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് പാരലൽ ഫോം റിയലൈസേഷൻ പറയുമ്പോൾ c plus c1 by 1 minus pk z inverse plus c2 by 1 minus p2 z inverse അങ്ങനെ എക്സെട്ര ആ ഒരു ഫോമിൽ വരണം. സോ വി നീഡ് എ സി പ്ലസ് ആ ഒരു ഫോമിൽ വരണം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്ക്, നമുക്ക് സി പ്ലസ് ചെയ്യണമെങ്കിൽ ആ ഫോമിൽ വരണം. നമുക്ക് ഇതിനെ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 5/2 എന്നുണ്ട്. ഓക്കെ, സോ 5/2 എങ്ങനെ ഡിവൈഡ് ചെയ്യുക? 5/2 എന്നുള്ളതിന് എങ്ങനെ ഡിവിഷൻ കൊടുക്കുക? 5 is divided by 2. So ഈ ന്യൂമറേറ്റർ അകത്തും ഡിനോമിനേറ്റർ പുറത്ത് വരിക. സോ 5 is divided by 2. അത് വരാൻ കാരണം ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ ഏതാണ് അകത്ത് പുറത്ത് എന്ന് അറിയാൻ വേണ്ടി 5/2 എന്ന് വരുമ്പോൾ 5 is divided by 2. സോ 2 ഔട്ട്സൈഡും 5 കിട്ടായിരിക്കും. പിന്നെ നമ്മൾ എന്താ നോക്കുക? 5ൽ എത്ര ടൈംസ് 2 പോകുന്നതാണ്. അതായത് 5 divided by 2 ആണ് ചെയ്യുക. സോ 2 into 2 is 4. So and 2 into 3 is 6. അപ്പോൾ 5ന്റെ അകത്ത് വരണം. സോ ദാറ്റ് ഇസ് 2. സോ 2 into 2 4 ആൻഡ് റിമൈൻഡർ 1. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫോമാറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ന്യൂമറേറ്റർ ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ ന്യൂമറേറ്റർ ഈ ഭാഗത്ത് വരും. അപ്പൊ ഞാൻ z minus 2 എന്നുള്ള ടേം ഇങ്ങനെ തിരിച്ചു എഴുതാം. ഓക്കെ, z minus 2 എന്നുള്ള പവറിൽ ഇവിടെ എഴുതും. സോ minus 0.252 z inverse plus 0.7 ആൻഡ് ആൾസോ ഇത് ആണ് ഈ സൈഡിൽ വരിക. സോ ഞാൻ ഇത് ഇങ്ങോട്ടാക്കി എഴുതാം, കുഴപ്പമില്ല. ഞാൻ ഇത് ഡയറക്റ്റ് എങ്ങനെ എഴുതി. ഓക്കെ, നൗ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എന്താ ചെയ്തത്? 5 divided by 2 ആണ് ചെയ്തത്. അതാണ് ഇവിടെ. അതുപോലെ ഇവിടെ ഉള്ള ഈ ഒരു സംഭവം, ഈ ഒരു പോയിന്റ്, ഓക്കെ, ഇത് ഓരോ പോയിന്റ് എടുക്കും, ഇതേ ഡിവൈഡഡ് ബൈ ഇത് ചെയ്യും. സോ -0.252 divided by -0.72. സോ വി ഗെറ്റ് പ്ലസ് 0.35. ഈ ടേമും ഡിവൈഡ് ചെയ്ത ഫസ്റ്റത്തെ രണ്ട് ടേമുകൾ ഡിവൈഡ്, ഇതിൽ നിന്ന് ഇത് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് 0.35. ദാറ്റ് ഈസ് 0.35 നമ്മൾ ഇവിടെ എഴുതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയല്ലോ, ഇതിനെ കൊണ്ട് ഇവിടെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇവിടെ എഴുതേണ്ടത്. സോ ഈ ഒരു ടേം രണ്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ ഇവിടെ എഴുതിയിട്ട് ഈ ഒരു 0.35 ഈ വോൾ ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 0.35 ഇൻറ്റു 0.72 എന്ന് പറഞ്ഞാൽ 0.252 തന്നെ കിട്ടണം. റൈറ്റ്, കാരണം ഇതേ ഡിവൈഡ് ബൈ ഇത് 0.252 ഡിവൈഡ് ബൈ 0.72 0.35 ആണെങ്കിൽ 0.35 ഇൻറ്റു 0.72 എന്ന് പറയുമ്പോൾ പ്ലസ് മൈനസ് -0.252 z minus 2 പ്ലസ് 0.25 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് 0.035 z ഇൻവേഴ്സ് പ്ലസ് 1 ഇൻറ്റു 0.35 വി ഗെറ്റ് 0.35. ഓക്കെ, ഈ ഒരു സംഭവത്തിൽ ഇതിനെ രണ്ട് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. സോ മൈനസ് ഈ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് പ്ലസ് ആയി മാറും. സോ ദിസ് ടേം വിൽ ബി ക്യാൻസൽഡ്. ഇവിടെ മൈനസ് z inverse term ഇവിടെ ഇല്ല. സോ 0 മൈനസ് ദിസ് ടേം. സോ വി ഗെറ്റ് മൈനസ് 0.035 z inverse and also we get 0.7 minus 0.35. Now we get plus greater sign plus ആണ്, plus 0.35 note. Okay, so this is the remainder and this is the quotient and this is the divisor, right? So നമുക്ക് എങ്ങനെ എഴുതുക? quotient plus remainder by divisor എന്ന് എഴുതുക. ഓക്കെ, സോ ആ രീതിയിൽ quotient എന്ന് പറഞ്ഞാൽ 0.35. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ
ഈ ഒരു ഫ്രാക്ഷനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ എന്നുള്ള രീതിയിൽ എഴുതാം. സോ ഡിവൈസർ ഇത് തന്നെ ആയിരിക്കും, 1 പ്ലസ് ഈ ഒരു ടേം തന്നെ ആയിരിക്കും. സോ കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഇതായി മാറും. ഓക്കെ, സോ വി ഗെറ്റ് 0.35 പ്ലസ് ഈ ടേം ഡിവൈഡഡ് ബൈ ദിസ് ടേം. സോ വി ഗെറ്റ് h of z is equal to 0.35 plus 0.35 minus 0.035 z inverse by 1 plus 0.1 z inverse minus 0.72 z minus 2. ഡിനോമിനേറ്റർ ടേമിൽ ചേഞ്ച് ഇല്ല, ഇങ്ങനെ വന്നു. ഓക്കെ, ഇപ്പോൾ ഇത് ഏകദേശം ആ ഒരു കോൺസ്റ്റന്റ് നമുക്ക് ഇവിടെ കിട്ടി, സി കിട്ടി. ഇനി നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ഫോർമുല ചെയ്യണം. ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ഫോർമുല ആണോ? അല്ല. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം, നമ്മൾ കാസ്കേഡിൽ ചെയ്ത പോലെ. സോ നമുക്കറിയാം ഇവിടെ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ ഓക്കെ, ഈ ഇതാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ എ സ്ക്വയർ പ്ലസ് ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ സെൻട്രൽ പോർഷൻ വരുന്നത് ആഡ് ചെയ്യുന്നതും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വരുന്നത്. സോ ദിസ് ഇസ് ദ ആൻസർ ഓഫ് ടു, രണ്ട് സംഭവങ്ങൾ ആഡ് ചെയ്തതിന്റെ ആൻസറും ഇത് രണ്ട് സംഭവങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ആൻസറും. സോ സം ഈസ് 0.1 ആൻഡ് പ്രൊഡക്റ്റ് ഈസ് മൈനസ് 0.72. സോ സം ഈസ് പ്ലസ് 0.1 എന്ന് കിട്ടണമെങ്കിൽ വി ക്യാൻ ടേക്ക് 0.9 ആൻഡ് 0.8. പ്ലസ് 0.9ഉം മൈനസ് 0.8ഉം, ഈ പ്ലസ് 0.9 മൈനസ് 0.8ഉം സം ചെയ്താൽ എന്ത് കിട്ടും, വി ഗെറ്റ് പ്ലസ് 0.1. സോ സം ചെയ്താൽ 0.1 കിട്ടി. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും എന്ത്, 0.75 കിട്ടും. സോ പ്ലസും മൈനസ് ചെയ്ത് മൈനസ് 0.72 കിട്ടും. ഓക്കെ, 8 into 9 is 72. So minus 0.72 കിട്ടും, റൈറ്റ്. സോ ഇവിടെ വരുന്ന ഫ്രാക്ഷൻസ് 0.9ഉം ആൻഡ് മൈനസ് 0.8ഉം ആണ്, റൈറ്റ്. സോ വി ഹാവ് h of z is equal to 0.3 പ്ലസ്, അപ്പോൾ ഡിനോമിനേറ്റർ അങ്ങനെ, ന്യൂമറേറ്റർ അങ്ങനെ എഴുതി. അപ്പോൾ ഡിനോമിനേറ്റർ എന്താവും, 1 പ്ലസ് 0.9. ഓക്കെ, ദിസ് ഇസ്, അപ്പോൾ ഇവിടുത്തെ റൂട്ട് 0.9ഉം മൈനസ് 0.8 ആണ്. സോ 1 പ്ലസ് 0.9 z ഇൻവേഴ്സ് ഇൻറ്റു 1 മൈനസ് 0.8 z ഇൻവേഴ്സ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ സെയിം വാല്യൂ കിട്ടും. 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു മൈനസ് 8 മൈനസ് 0.8, 1 ഇൻറ്റു 0.9 പ്ലസ് 0.9. സോ വി ഗെറ്റ് 0.1 and 0.9 minus 0.8 z inverse, we get 0.72 z minus 2, right. So ഇത് എക്സ്പാൻഡ് ചെയ്താൽ സെയിം തന്നെ കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്, ഓക്കെ, സോ ഡിനോമിനേറ്റർ ഓക്കെ ആയി. ഇനി നമുക്ക് ന്യൂമറേറ്റർ എന്ത് ചെയ്യണം, എ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ഫോർമുല ആണ് ചെയ്തത്, അതായത് C1 ബൈ ആൻഡ് C2 ബൈ എന്നാണ്. സോ ഇവിടെ നമ്മൾ 1 മൈനസ് 1 പ്ലസ് ആ ഒരു ടേമിലായി പി കെ സെഡ് ഇൻവേഴ്സ്, അവിടെ പറഞ്ഞു 1 പ്ലസ് പി കെ സെഡ് ഇൻവേഴ്സ്. സോ ദിസ് ഇസ് ദ ഫോം 1 പ്ലസ് പി കെ സെഡ് ഇൻവേഴ്സ്. നമുക്ക് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. സോ ഈ ഒരു ടേം കൺസിഡർ ചെയ്യാം. സോ ദിസ് വിൽ ബിക്കം ഈക്വൽ ടു എ ബൈ 1 പ്ലസ് 0.9 സെഡ് ഇൻവേഴ്സ് പ്ലസ് ബി ബൈ 1 മൈനസ് 0.8 സെഡ് ഇൻവേഴ്സ്. ഓക്കെ, അങ്ങനെ ഇതിനെ ഈ ഒരു ടേം എടുത്തിട്ട് ഇങ്ങനെ എഴുതി. അപ്പൊ ഈ ടേമിനെ ഇനി ഈ രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് ന്യൂമറേറ്ററിലോട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ എ ഇൻറ്റു 1 minus 0.8 z inverse plus b into 1 plus 0.9 z inverse all divided by 1 plus 0.9 z inverse into 1 minus 0.8 z inverse. So multiplicate denominator രണ്ട് സെയിം ആണ്, ന്യൂമറേറ്റർ രണ്ടും ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ന്യൂമറേറ്റർ എന്തായിരിക്കും, a into 1 minus 0.8 z inverse plus b into 1 plus 0.9 z inverse which is equal to this. ഓക്കെ, രണ്ടിന്റെ ന്യൂമറേറ്റർ ഞാൻ ഇക്വേറ്റ് ചെയ്തു. Now ഇനി ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. വി ഗെറ്റ് എ മൈനസ് 0.8 എ സെഡ് ഇൻവേഴ്സ് പ്ലസ് ബി പ്ലസ് 0.9 സെഡ് ഇൻവേഴ്സ് ഇൻറ്റു ബി ഈക്വൽ ടു 0.35 മൈനസ് 0.035 സെഡ് ഇൻവേഴ്സ്, റൈറ്റ്. ഇനി എന്താ ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ടേംസും ഇക്വേറ്റ് ചെയ്യാം ആൻഡ് ഓൾസോ സെഡ് ഇൻവേഴ്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. സോ ഈ ഒരു ഭാഗത്ത് കോൺസ്റ്റന്റ് ടേം വരുന്നത്, സെഡ് ഇൻവേഴ്സ് അല്ലാത്ത ടേം വരുന്ന എയും അതുപോലെ തന്നെ ബി. സോ എ പ്ലസ് ബി is equal to ഇവിടെ കോൺസ്റ്റന്റ് ടേം വരുന്നത് 0.35. സോ എ പ്ലസ് ബി is equal to 0.35 എന്ന് കിട്ടും ഫസ്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് സെഡ് ഇൻവേഴ്സിന്റെ കോഎഫിഷ്യൻസ് ചെയ്യുക, ദാറ്റ് ഈസ് ഇവിടെ പ്ലസ് ആദ്യം 0.9 ബി സെഡ് ഇൻവേഴ്സിന്റെ കോഎഫിഷ്യൻ എടുക്കുന്നത്. സോ 0.9 ബി മൈനസ് 0.8 എ ഇസ് ഈക്വൽ ടു മൈനസ് 0.035. ഓക്കെ, സോ വി ഗെറ്റ് 0.9 ബി മൈനസ് 0.8 എ ഇസ് ഈക്വൽ ടു മൈനസ് 0.035. ഓക്കെ, ഇത് കിട്ടും. ഈ ഒരു ടേമിന്ന് നമുക്ക് ഏതെങ്കിലും ഒന്നിന്റെ വാല്യൂ എടുത്തിട്ട് അത് ഇതിലോട്ട് എടുത്തിട്ട് സെയിം വാല്യൂ കൊടുത്ത് നമുക്ക് ഔട്ട്പുട്ട് എയും ബിയും കിട്ടും. സോ ഇവിടെ ഞാൻ എന്റെ വാല്യൂ എടുത്തു, എ ഈക്വൽ ടു 0.35 മൈനസ് ബി. ആ എയുടെ വാല്യൂ ഈ സെക്കൻഡ് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്തു. സോ വി ഗെറ്റ്, സോ ഇൻസ്റ്റെഡ് ഓഫ് എ I will write 0.35 minus b. Okay, so we get equation 2 as 0.9 b minus 0.8 into 0.35 minus b which is equal to minus 0.35
035 ഇങ്ങനെ കിട്ടി. ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. Now we get 0.9b minus 0.8 into 0.35 we get 0.28. Okay, so minus into plus we get minus 0.28 and minus 0.8 into minus 8 minus b, so we get plus 0.8b. Okay, plus 0.8b is equal to minus 0.035. Now, okay, 0.9b plus 0.8b, we get 1.7. So 1.7b, which is equal to minus point ഈ ഒരു ഇത് വന്ന പ്ലസ് വരും. So we get 0.245. From here we get b is equal to 0.245 by 1.7, that is 0.144. Okay, 0.144 എന്നാണ് ബിയുടെ വാല്യൂ കിട്ടുന്നത്. സോ ഈ ഒരു ടേമിലോട്ട് ബിന്റെ വാല്യൂ കൊടുക്കാം. സോ വി ഗെറ്റ് എ ഈക്വൽ ടു 0.35 മൈനസ് 0.144, ദാറ്റ് ഈസ് 0.206. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എയുടെ ബിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിന് പകരം നമുക്ക് ഇത് എഴുതാം. ഓക്കെ, നൗ എ ഈക്വൽ ടു 0.206 ആണ്. സോ വി ഹാവ് എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ന്യൂ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ബിക്കം 0.35 പ്ലസ് 0.206 by 1 plus 0.9 z inverse plus 0.144 by 1 minus 0.8 z inverse, right? അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ആൻഡ് ഓൾസോ ഇത് ഇതിന്റെ ഫോമിലാണ്, നമ്മൾ നോർമൽ ഫോമിലാണ്, അതായത് സി പ്ലസ് എക്സ് വൺ ഓഫ് സെഡ് പ്ലസ് എക്സ് ടു ഓഫ് സെഡ്, അതായത് പാരലൽ ഫോമിന്റെ ഫോമാറ്റിൽ കിട്ടി. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ബൈ 1 പ്ലസ് പി കെ സെഡ് ഇൻവേഴ്സ് സി കെ ബൈ 1 പ്ലസ് പി കെ സെഡ് ഇൻവേഴ്സ് എന്നുള്ള ഫോമിൽ കിട്ടി. ഇനി എന്താ പറഞ്ഞത്, ഈ ഒരു ഫോമിൽ എച്ച് വൺ ഓഫ് സെഡ് ഉണ്ട് ആൻഡ് ഓൾസോ എച്ച് ടു ഓഫ് സെഡ്. ഈ എച്ച് വൺ ഓഫ് സെഡും എച്ച് ടു ഓഫ് സെഡും ഡയറക്ട് ഫോം 2 യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസ് ചെയ്യണം. ഓക്കെ, now h1 of z is equal to y1 of z by x1 of z is equal to 0.2061 plus 0.9 z inverse. ഓക്കെ, ഇതിനെ നമ്മൾ ഡയറക്ട് ഫോം 2 എങ്ങനെ ചെയ്തത്, w of z കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് y1 of z by w of z is equal to ന്യൂമറേറ്റർ w of z equal to 1 ആണ്. സോ വി ഗെറ്റ് 0.206. So y1 of z is equal to 0.206 w of z. ഇതിനെ ഡിഫറൻസ് ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ y1 of n equal to 0.206 w of n. Okay, so y1 of n കിട്ടി. Then അത് സിമിലർ വേ നമുക്ക് x1 of n കാണണം. So this will become ഇവിടെ ഒരു okay, w of z by x1 of z. So w of z by x1 of z, w of z equal to 1. So 1 by 1 plus 0.9 z inverse. Cross multiply ചെയ്യുമ്പോൾ we have w of z plus 0.9 z inverse is equal to x1 of z. Okay, so from here w of z നമ്മൾ പുറത്തെടുക്കുന്നു. Now we get w of z is equal to x1 of z minus this term minus 0.9 z inverse w of z. ഇതിനെ ഞാൻ ഡിഫറൻസ് ഇക്വേഷൻ കാണുമ്പോൾ we get w of n is equal to x1 of n, ഈ പ്ലസ് എന്നുള്ള ഇങ്ങോട്ട് വരും, മൈനസ് 0.9 w of n minus 1, right? സോ w of n കിട്ടി, y1 of n കിട്ടി. ഇനി നമുക്ക് സിംപ്ലി നമുക്ക് ഫിഗർ വരക്കാം. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് വരക്കാനുള്ള ഫിഗർ. സോ ഇൻപുട്ട് ഈസ് x1 of n. സോ ഇൻപുട്ട് x1 of n ആഡ് ചെയ്തു. ഓക്കെ, w of n ആണ് ഔട്ട്പുട്ട്. സോ w of n-ന്റെ കൂടെ z ഇൻവേഴ്സ് കൊടുത്തു. ഓക്കെ, w of n എടുത്തു, z ഇൻവേഴ്സ് എടുത്തു, ഡിലേ കൊടുത്തു, മൈനസ് 0.9 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഈ സമ്മിലോട്ട് കൊടുത്തു. സോ വി ഗെറ്റ് w of n. ഇത്രയാണ് w of n ഉള്ളത്, റൈറ്റ്? ഇനി നമുക്ക് കാണാനുള്ള y1 of n. y1 of n എന്ന് പറഞ്ഞാൽ 0.206 w of n. w of n-ന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ w of n-ന്റെ കൂടെ 0.206 ചെയ്താൽ വി ഗെറ്റ് y1 of n. സോ ദിസ് ഈസ് കാൾഡ് x1 of z. ഇതാണ് x1 of z കിട്ടി. Then x2 of z can be realized in direct form 2. x2 of z എന്ന് പറയുമ്പോൾ 0.144 by 1 minus 0.8 z inverse. ഓക്കെ, ഞാൻ ഇവിടെ ഒന്നുകൂടി ക്ലിയർ ആയി എഴുതിയിട്ട് y2 of z by x2 of z is equal to y2 of z by w of z into w of z by x2 of z, right? ഈ ഒരു ടേമിന് എടുക്കുമ്പോൾ we get 0.144. From here y2 of n is equal to 0.144 w of n. Okay, y2 of n കിട്ടി. Then w of z by x2 of z is equal to 1 by 1 minus 0.8 z inverse. So similar way അവിടെ എങ്ങനെയാണോ കണ്ടത് അവിടെ പോലെ തന്നെ w of z is equal to x2 of z plus 0.8 z inverse w of z എന്ന് കിട്ടും. അതിന് ഡിഫറൻസ് ഇക്വേഷനിലോട്ട് ചേഞ്ച് ചെയ്താൽ we get w of n is equal to x2 of n 0.8 w of n minus 1, right? സോ ഈ രണ്ട് ഫോമും കിട്ടി. ഞാൻ ആദ്യം w of n റിയലൈസ് ചെയ്യാം. സോ x2 of n ഇൻപുട്ട് കൊടുത്തു, x2 of n ഇൻപുട്ട് പ്ലസ് ഓക്കെ w of n ഔട്ട്പുട്ട് ആണ്. അതിൽ നിന്ന് ഒരു ഡിലേ കൊടുത്തതിന് ശേഷം 0.8 മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്ത് നമുക്ക് w of n ഔട്ട്പുട്ട് കിട്ടി. ദെൻ ഇതിന്റെ കൂടെ 0.144 മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് y2 of n. സോ x1 of z x2 of z കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ
പാരലൽ ഫോമിൽ വന്ന സ്ട്രക്ചറിലോട്ട് കൊടുക്കാം. അതായത് കോൺസ്റ്റന്റ് കൊടുത്തു, x1 ഓഫ് സെഡിന്റെ ടേം ബ്ലോക്ക് ഡയഗ്രം കൊടുത്തു, ആൻഡ് x2 ഓഫ് സെഡിന്റെ ബ്ലോക്ക് ഡയഗ്രം കൊടുത്തു. കുറച്ച് ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് x1 ഓഫ് സെഡ്, നമ്മൾ കണ്ടു. ദിസ് ഈസ് x2 ഓഫ് സെഡ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ പറഞ്ഞിരുന്നത് ഫസ്റ്റ് എക്സ് ഓഫ് എൻ വന്നിട്ട് കോൺസ്റ്റന്റ് 0.35 മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. ദെൻ ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ x1 ഓഫ് സെഡ് ആണ്. സോ x1 ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തു. ദെൻ നെക്സ്റ്റ് x2 ഓഫ് സെഡ് വരുമ്പോൾ നെക്സ്റ്റ് പോർഷൻ ആണ്. സോ ഇത്രയും. സോ നെക്സ്റ്റ് പോർഷൻ ദാറ്റ് ഈസ് x1 ഓഫ് n പ്ലസ് 0.8 z ഇൻവേഴ്സ് 0.144 എന്നുള്ളത് ഈ ഒരു ഇതിലോട്ട് ആഡ് ചെയ്തു. ഇതെല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ട് വി ഗെറ്റ് phi of n as the output. Okay, so that's about this problem. Okay, so that's about this problem, and also that's about today's class. Thank you. Have a nice day.